പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല ദൈവമേ, ഈ ദിവസം ദാനമായി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, കരം ശുഷ്കിച്ചു പോയ ഒരു മനുഷ്യനെ സിനഗോഗിൽ വെച്ച് കർത്താവ് കണ്ടുമുട്ടും. കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാണ് ഉചിതം? ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് ഉചിതം? സിനഗോഗിൽ ഉണ്ടായിരുന്നവർക്ക് ഉത്തരം മുട്ടി. കാരണം അത് സാപത്ത് ദിവസമായി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നത് പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട്, ദിവസമോ നേരമോ കാലമോ വ്യത്യാസമില്ല. അവന് ആ സൗഖ്യം ലഭിക്കുവാൻ സമയമായപ്പോൾ കർത്താവ് ഇടപെട്ടു. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, ഇനിയും എൻ്റെ സമയം ആയിട്ടില്ല എന്ന് കാനായിൽ വെച്ച് കർത്താവ് പറയുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്: കർത്താവിനൊരു സമയമുണ്ടല്ലാതെ. അതൊരു വ്യക്തി മാനസാന്തരത്തിലേക്ക് വരുന്ന സമയമായിരിക്കാം, അവൻ്റെ ഉള്ളുരുകുന്ന സമയമായിരിക്കാം, അവൻ്റെ പ്രതിസന്ധിയിൽ ഇനി ആർക്കും അവനെ സഹായിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന സമയമായിരിക്കാം. ഈ സമയമായിരിക്കാം കർത്താവ് പ്രവർത്തിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സമയം. ഇന്നേ ദിനം കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ അവിടുത്തെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുന്നതിനാവശ്യമായ എല്ലാ കൃപകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുവാൻ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മളെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നല്ലീശോയെ, ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ ഈ ദിവസത്തെ ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. കരം ശുഷ്കിച്ചവനെ പോലെ പലപ്പോഴും മനസ്സ് ശുഷ്കിച്ചവരാണ്, ചിന്തകൾ ശുഷ്കിച്ചവരാണ്, മറ്റുള്ളവർക്ക് നന്മ ലഭിക്കുന്നതിൽ അസൂയ എന്ന കുഷ്ഠരോഗം പിടിച്ചവരാണ്. ഇന്ന് കർത്താവെ, നീ ഞങ്ങളെ സ്പർശിക്കണമേ, സൗഖ്യപ്പെടുത്തുവാൻ, നിൻ്റെ കൃപകളാൽ നിറയ്ക്കുവാൻ, നിൻ്റെ അനുഗ്രഹത്താൽ മറ്റുള്ളവരിൽ നന്മ ലഭിക്കുവാൻ ഏതു സമയമായാലും നീ പ്രവർത്തിക്കുവാൻ ഇടയാക്കണമേ എന്ന പ്രാർത്ഥനയിൽ നിന്ന് ഉയരുവാൻ, എപ്പോഴും നിൻ്റെ സ്നേഹവും ചൈന്യവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കിന്ന് നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരെയും ഞങ്ങളുടെ മനസ്സ് ശുഷ്കിച്ചു പോകാതെ അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണം. നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വരന്റെ അനുഗ്രഹം ഞങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയും നിൻ്റെ കൃപയാൽ ഓരോ നിമിഷവും നയിക്കപ്പെടുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.